സോ ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡുഗോങ്സിനെ കുറിച്ചിട്ടാണ്. സോ ഡുഗോങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. സീ കൗ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി ആൾക്കാർക്ക് അറിയുമെന്ന് തോന്നുന്നു. സോ നമുക്ക് ഇവിടെ കാണാം, ഫാർമേഴ്സ് ഓഫ് ദ സീ, ഇന്ത്യാസ് ഡുഗോങ്സ് മസ്റ്റ് സ്റ്റേ കൺസർവേഷൻ പ്രയോറിറ്റി. കൺസർവേഷൻ ഓഫ് ഡുഗോങ്സ് മസ്റ്റ് റിമെയിൻ ടോപ്പ് പ്രയോറിറ്റി ഫോർ ഇന്ത്യ. സോ ഇത് പ്രിലിംസിൻ്റെ ഒരു ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇഷ്യൂസ് ഓൺ എൻവിയോൺമെൻറ്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്. സോ എക്കോളജിയുടെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ബയോഡൈവേഴ്സിറ്റി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിലിംസിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ. അതേപോലെ ഒരു മെയിൻസ് റെലവൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GS പേപ്പർ 3 വരുന്നൊരു ടോപ്പിക്കാണ്, വിച്ച് ഈസ് കൺസർവേഷൻ, എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് ആൻഡ് ഓൾ. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ, ഇന്ന് വേൾഡ് ഡുഗോങ് ഡേ ആണ്. ഓക്കെ, സോ എല്ലാ വർഷവും മെയ് 28 വേൾഡ് ഡുഗോങ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. സോ നമുക്കറിയാം, ഇറ്റ് ഈസ് ടു റേസ് അവയർനെസ് അബൌട്ട് ഡുഗോങ്സ്. ദേ ആർ സീ ഡ്വെല്ലിംഗ് ആനിമൽസ്. സോ ഈ ഡുഗോങ്സ് എന്ന് പറയുന്നത്, ദേ ആർ ദ ഓൺലി പ്ലാന്റ് ഈറ്റിംഗ് ഹെർബിവോറസ് മെറൈൻ മാമൽസ് ഇൻ ഇന്ത്യ. സോ ഈ ഡുഗോങ്സ് എന്ന് പറയുന്നത്, ഈ ഒരു സീ ആനിമൽസ്, ഇവർ പ്ലാന്റ്സ് മാത്രമേ കഴിക്കുള്ളൂ. ഓക്കെ, സോ ദേ ആർ ദ ഓൺലി മെറൈൻ സീ മാമൽസ് ഇൻ ഇന്ത്യ ടു ഡൂ ദിസ്. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മാമൽസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ വെയിലും ഡോൾഫിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ ഫിഷും മീറ്റൊക്കെ കൺസ്യൂം ചെയ്യും അല്ലേ, ഈ വെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഡോൾഫിൻസ് ആണെന്നുണ്ടെങ്കിലും. പക്ഷേ ഡുഗോങ്സ് എന്ന് പറയുന്നത്, ദേ ആർ ദ ഓൺലി വൺസ് ദാറ്റ് ഈറ്റ് പ്ലാന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫിഷ് ഓർ മീറ്റ് എന്നുള്ളതാണ്. സോ അവിടെയാണ് അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ് കടന്നു വരുന്നത്. പിന്നെ ഇവരെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ, ഇവരെ സീ കൗസ് എന്നും അതേപോലെ ഫാർമേഴ്സ് ഓഫ് ദ കൗ ഫാർമേഴ്സ് ഓഫ് ദ സീ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ബിക്കോസ് ദേ ഈറ്റ് എ ലോട്ട് ഓഫ് സീ ഗ്രാസ് ആൻഡ് അത് അണ്ടർ വാട്ടർ എക്കോസിസ്റ്റത്തിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കുന്നുണ്ട്. സോ ഇവർ മെയിനായിട്ട് കണ്ടുവരുന്നത് ആ ഒരു ഇൻഡോ പസഫിക് റീജിയനിലാണ്. ഓക്കെ, കോസ്റ്റൽ വാട്ടേഴ്സിൽ, ഷാലോ കോസ്റ്റൽ വാട്ടേഴ്സിലാണ് ഇവർ മെയിനായിട്ട് ഇവർ ജീവിക്കുന്നത്. സോ ഇവർ നമുക്ക് നമ്മുടെ അടുത്തുള്ള നമുക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ കാണാം, ആൻഡ് ഗൾഫ് ഓഫ് മനാറിൽ കാണാം, അതേപോലെ പാക് ബേ ആൻഡ് ഗൾഫ് ഓഫ് കച്ച്, ഇവിടെയൊക്കെ നമുക്ക് ഈ ഡുഗോങ്സിനെ കാണാൻ കഴിയും. സോ ഇവർ ഒരു ദിവസം ഒരു 20 to 30 ടണ്ണോളം സീഗ്രാസ് എല്ലാ ദിവസവും കഴിക്കും. ഓക്കെ, പിന്നെ ഇവർ ഏതൊക്കെ സീഗ്രാസ് ആണെന്ന് കഴിക്കുക, അത്രയ്ക്ക് സയൻറ്റിഫിക് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പോകണ്ട. സോ ഇവരുടെ ഒരു ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 70 വർഷം വരെയാണ്. ഓക്കെ, സോ 70 ഇയേഴ്സ് വരെ അവർ ജീവിക്കും. സോ ബട്ട് ദേ ഗ്രോ വെരി സ്ലോലി. ആൻഡ് ഇവർക്കൊരു ബേബീസ് ഉണ്ടാകുന്നത്, ദേ ഓൺലി സ്റ്റാർട്ട് ഹാവിങ് ബേബീസ് അറൗണ്ട് 9 to 10 years old. ആൻഡ് ഒരു ദേ ഹാവ് കാഫ്സ് എവറി 3 to 5 years ആൻഡ് ഓൾ. സോ ഇവരുടെ ഈ ഒരു സ്ലോ റീപ്രൊഡക്ഷൻ നമുക്കറിയാം അല്ലേ. ഇതിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു 9 to 10 വയസ്സാകുമ്പോഴായിരിക്കും ഇവർക്ക് ബേബീസ് ഉണ്ടാവുക. അതേപോലെ 3 to 5 വർഷം കൂടുമ്പോഴായിരിക്കും ഇവർക്ക് കാഫ്സ് ഉണ്ടാവുന്നത്. സോ ഇവരുടെ ഈ ഒരു സ്ലോ റീപ്രൊഡക്ഷൻ എന്നുള്ളത്, അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ സ്ലോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ എല്ലാ വർഷവും ഒരു 5% അത് കൂടാറുള്ളൂ. ആൻഡ് ഇവർ മെയിനായിട്ട് ഒന്നെങ്കിൽ ഇവർ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ മദറിൻ്റെ കൂടെ മദറും കാഫും ആ ഒരു പെയറായിട്ടായിരിക്കും ഇവർ കാണുക. സോ ഡുഗോങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഓഷ്യൻസ് ഹെൽത്ത്. Okay, but they are threatened by habitat loss and human activity. So protecting them is very much important. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, ഈ ഒരു ഇവർ നേരിടുന്ന ഒരു ത്രെട്ടാണ്. സോ ത്രെട്ട് ടു ഡുഗോങ് പോപ്പുലേഷൻ എന്നുള്ളതാണ്. സോ നമ്മുടെ ഡുഗോങ്സ് വളരെയധികം ഡേഞ്ചറിലാണ് ഇപ്പോൾ. ഓക്കെ, ഈ ഇന്ത്യയിൽ തന്നെ 200ഓളം ഡുഗോങ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. സോ അവർ എൻഡേഞ്ചേർഡ് ആണ്. ഓക്കെ, സോ ഇവർ നമ്മുടെ ഡുഗോങ്സ് ഫേസ് ചെയ്യുന്ന, പൊതുവെ ഇവർ പാവങ്ങളാട്ടോ, ഇവരെ കണ്ടാൽ തന്നെ അറിയില്ല, ഇവർ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. ആൻഡ് ഇവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ആ ഒരു ഫുഡ് കിട്ടാത്തൊരവസ്ഥയാണ്. സോ നമുക്കറിയാം, നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഡുഗോങ്സ് കഴിക്കുന്നത് സീഗ്രാസ് ആണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ, പീപ്പിൾ ആർ ബിൽഡിങ് ഹോംസ്, അതേപോലെ നമ്മൾ പോർട്ടും ഫാക്ടറീസും ഒക്കെ കോസ്റ്റിനെ അടുത്തായിട്ട് കെട്ടുമ്പോൾ അതൊക്കെ ഇവർ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു പൊല്യൂഷൻ ഫ്രം കെമിക്കൽസ് ഹാം ദി വാട്ടർ ആൻഡ് സീഗ്രാസ്. അതേപോലെ ഫിഷിംഗ് ബോട്ടും, അതേപോലെ ആ ഫിഷിംഗ് ബോട്ട് എന്നുള്ള ആ നെറ്റും കാര്യങ്ങളൊക്കെ, ഇറ്റ് ക്യാൻ ഡാമേജ് ദി സീഗ്രാസ്.
അല്ലെ, ആ ഒരു സീഗ്രാസ് ബെഡിനെ അത് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇവർ കഴിക്കുന്നത് സീഗ്രാസ് ആണ്. അപ്പോൾ ഇവരുടെ സീഗ്രാസിനൊക്കെ പൊല്യൂഷൻ കൊണ്ടും അതേപോലെ നമ്മൾ വേറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടും പോർട്ടുകളും ഫാക്ടറീസും ഒക്കെ കോസ്റ്റിനടുത്ത് ഉണ്ടാക്കുമ്പോൾ ആ സീഗ്രാസൊക്കെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ ഫിഷിംഗ് ബോട്ടും നെറ്റൊക്കെ കാരണം ആ ഒരു സീഗ്രാസ് ബെഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ലൈക്ക് ഈ ഒരു വാം സീസും അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഈ ഒരു സീഗ്രാസിനെ എഫക്റ്റ് ചെയ്യും. സോ അവരുടെ ഫുഡ് ഭയങ്കര പ്രശ്നത്തിലാണ്. സോ ലൂസിങ് ദെയർ ഫുഡ് ഈസ് വൺ ഓഫ് ദി മെയിൻ പ്രോബ്ലം ഡുഗോങ്സ് ഫേസ്. ആൻഡ് പിന്നെയുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇടുമ്പോൾ ആ നെറ്റിലേക്ക് ചിലപ്പോൾ ഇവർ പെടും. ഓക്കെ, സോ ഗെറ്റിംഗ് കോട്ട് ഇൻ ഫിഷിംഗ് നെറ്റ്സ് ഈസ് വൺ ഓഫ് ദി അതർ മെയിൻ പ്രോബ്ലം ദാറ്റ് ഡുഗോങ് ഫേസസ്. അപ്പോൾ ഇവർ ആക്സിഡൻ്റലി ഇവർ ആ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുകയും, ഓക്കെ, ഫിഷിന് വേണ്ടിയിട്ട് ഇടുന്ന നെറ്റായിരിക്കും, പക്ഷേ അതിൽ ഇവരായിരിക്കും ട്രാപ്പ് ആവുന്നത്. അതേപോലെ ഒരുപാട് ബോട്ട് ട്രാഫിക്കൊക്കെ നമുക്കറിയാം. ഒരു ബോട്ടുകൾ കൂടുമ്പോൾ ആ ഒരു ബോട്ട് ട്രാഫിക് ഓഷനിൽ കൂടുന്ന ടൈമിൽ ഇറ്റ് ക്യാൻ ഡിസ്റ്റർബ് ആൻഡ് ഹേർട്ട് ദം. അതേപോലെ ഇല്ലീഗലായിട്ട് ഇതിനെ കുറേ ആൾക്കാർ ഹണ്ട് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഡുഗോങ്സ് ആർ സ്റ്റിൽ ബീൻ ഹണ്ടഡ് ഈവൻ ദോ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ലോ. സോ ഓൾ ദീസ് തിങ്സ് ആർ മേക്കിംഗ് ഇറ്റ് ഹാർഡർ ഫോർ ഡുഗോങ്സ് ടു സർവൈവ് എന്നുള്ളതാണ്. സോ ദേ നീഡ് പ്രൊട്ടക്ഷൻ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു കൺസർവേഷൻ എഫേർട്സ് ആണ്. നമ്മുടെ ഡുഗോങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ 1983 we have promised to help protect animals that move between countries like dugongs. സോ അതൊരു എന്താ പറയുക, മൈഗ്രേറ്ററി സ്പീഷീസിൻ്റെ ഒരു കൺവെൻഷൻ ആയിരുന്നു. 1983 നടന്ന മൈഗ്രേറ്ററി സ്പീഷീസ്, അതായത് കൺട്രീസ് മാറിയിട്ട് അവരിങ്ങനെ ഓഷനിലൂടെയൊക്കെ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ആ ഒരു അതിനെ പറ്റിയിട്ടുള്ളൊരു കൺവെൻഷൻ ആയിരുന്നു. മൈഗ്രേറ്ററി സ്പീഷീസിനെ പറ്റിയിട്ടുള്ളത് 1983 നടന്നതായിരുന്നു. സോ അതിൽ ഇന്ത്യ ഹാസ് എഗ്രീഡ് ടു ഹെൽപ്പ് പ്രൊട്ടക്ട് ഡുഗോങ്സ് ത്രൂ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ്. ഒരു എക്സാമ്പിളാണ് ഈ ഒരു കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് എന്നുള്ളത്. 1983 നമ്മൾ സൈൻ ചെയ്തതാണ്. അതേപോലെ ഡുഗോങ്സിൻ്റെ ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ 2008 സൈൻ ചെയ്തിരുന്നു. India has also signed a special dugong agreement to protect dugongs and their homes. So these promises means India is working with other countries to keep dugongs safe എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ 2022 ഇന്ത്യ ആദ്യത്തെ ഡുഗോങ് കൺസർവേഷൻ റിസർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ആ ഒരു പാക് ബേയിലാണ് ആ ഒരു റിസർവ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതിലൂടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയ, അതായത് ഒരു 483.3 സ്ക്വയർ കിലോമീറ്റർ ലാർജ് ആയിട്ടുള്ളൊരു വലിയൊരു ഏരിയ നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇറ്റ് ഇൻക്ലൂഡ് 122.5 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഹെൽത്തി സീഗ്രാസ്. സോ ഈ ഒരു സീഗ്രാസ് ആണ് നമ്മുടെ ഡുഗോങ്സിൻ്റെ ഫുഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ഏരിയ, സീഗ്രാസ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു റിസർവ് എന്ന് പറയുന്നത് വിച്ച് വാസ് ക്രിയേറ്റഡ് ആഫ്റ്റർ 10 വർഷത്തിന് മേലെയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും, അതേപോലെ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിലും, OMCAR എന്ന് പറഞ്ഞ ഫൗണ്ടേഷനൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ദീസ് റിസർവ് ഹെൽപ്പ് പ്രൊട്ടക്ട് ഡുഗോങ്സ് ആൻഡ് ദെയർ ഹോംസ്, ഗിവിംഗ് ദം എ ബെറ്റർ ചാൻസ് ടു സർവൈവ് ആൻഡ് ഗ്രോ ഇൻ നമ്പർ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഡുഗോങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ അവരുടെ ആ ഒരു ഫുഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡുഗോങ്ങിൻ്റെ ഫുഡ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ സീഗ്രാസ് ആണ്. സോ സീഗ്രാസിൻ്റെ ആ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്ത് അവിടെ ആ സീഗ്രാസിന് ഡിസ്ട്രക്ഷൻ വരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ഡിഗിങ്, അവിടെ ആ ഒരു സ്പെഷ്യൽ ആ ഒരു പാർട്ടിലുള്ള ആ ഒരു സ്റ്റോപ്പ് ഹാംഫുൾ വർക്ക് ലൈക്ക് ഡിഗിങ് ഓർ ബിൽഡിങ് ഇൻ ദീസ് പ്ലേസസ്. അതേപോലെ അവിടുത്തെ ലോക്കൽ ആൾക്കാരെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ആ ഒരു സീഗ്രാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ പിന്നുള്ളത് ഈ ഒരു ഡേഞ്ചറസ് ആയിട്ട് നമുക്കറിയാം, ഈ ഒരു ബോട്ടം ട്രോളിങ്ങൊക്കെ നമുക്കറിയാമല്ലേ. അതേപോലെ ഈ ഗിൽ നെറ്റ്സും ബോട്ടം ട്രോളിങ്ങൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള നെറ്റ്സ് ബാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹാംഫുൾ ഫിഷിംഗ് മെത്തേഡ്സൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡുഗോങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സേഫ് ആയിട്ടുള്ള ഫിഷിംഗ് മെത്തേഡ്സ് ദാറ്റ് ഡു നോട്ട് ഹാം ഡുഗോങ്സ് ഓർ ദെയർ ഫുഡ്. സോ അങ്ങനെയൊക്കെ നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ത്രൂ ഹാംഫുൾ ഫിഷിംഗ്. അത് സ്റ്റോപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡുഗോങ്സിനെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു എക്കോ ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ ഒരു ലോക്കൽ യൂത്തിനെയൊക്കെ ട്രെയിൻ ചെയ്ത് ടു ബിക്കം നേച്ചർ ഗൈഡ്സ് ആൻഡ് ടീച്ച് വിസിറ്റേഴ്സ് അബൌട്ട് ഡുഗോങ്സ് വൈൽ ക്രിയേറ്റിംഗ് ജോബ് ഫോർ ലോക്കൽസ്. ആൻഡ് ഡുഗോങ്സിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യുക, അതേപോലെ അവരെ പറ്റിയിട്ടുള്ള ആ ഒരു അവയർനെസ് നമ്മൾ പരത്തുക, എങ്ങനെയാണ് അവർ
ആ ഒരു മെറൈൻ എക്കോസിസ്റ്റത്തിലെ അവർക്കുള്ള ആ ഒരു സിഗ്നിഫിക്കൻസ് അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ ഒരുപാട് മണിയും പൈസയും അതേപോലെ സപ്പോർട്ടിലൂടെയൊക്കെ ലോങ് ടേം ഡുഗോങ് സ്റ്റഡീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക, അവരെ പറ്റി കൂടുതൽ നമ്മൾ അറിയുക. ഓക്കെ, ദെൻ നമുക്ക് ടാഗുകളും ഡ്രോണുകളും അതേപോലെ ലോക്കൽ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ആ ഒരു ഡുഗോങ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. സോ അതൊക്കെ ചെയ്തിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റീസിലായിരിക്കും ചിലപ്പോൾ ഇവരെ പറ്റിയിട്ട് കൂടുതൽ അറിയുക, അല്ലേ? ഇപ്പോൾ സീയുടെ അടുത്തൊക്കെ ഇരിക്കുന്ന ചില കമ്മ്യൂണിറ്റീസിന് ഇവർക്ക് ആ ഒരു സീ ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, മോർ ദാൻ ഒരു എന്താ പറയുക, നമ്മൾ ടെക്നിക്കലായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയേക്കാളും ചിലപ്പോൾ ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീസിന് കുറച്ചും കൂടി നല്ല വിവരം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. സോ ലേൺ ഫ്രം ദി ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഹു നോ ദ സീ വെൽ. സോ ദീസ് സ്റ്റെപ്സ് വിൽ ഹെൽപ്പ് സേവ് ഡുഗോങ്സ് ആൻഡ് ഓൾസോ സപ്പോർട്ട് പീപ്പിൾ ലിവിങ് നിയർ ദി സീ. സോ ഒന്ന് ഡു മോർ റിസർച്ച് ആൻഡ് സ്പ്രെഡ് അവയർനെസ് എന്നുള്ളതാണ്. പിന്നെ ആ ഒരു എക്കോ ടൂറിസത്തിന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ഹാംഫുൾ ഫിഷിംഗ് മെത്തേഡ്സ് ഒഴിവാക്കുക, സീഗ്രാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, സോ അതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് മെയിനായിട്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ സീഗ്രാസിനെ പറ്റിയിട്ട് പറഞ്ഞല്ലേ. സോ എങ്ങനെയാണ് ഈ ഒരു സീഗ്രാസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, എന്താണ് ഈ സീഗ്രാസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സീഗ്രാസ് എന്ന് പറയുന്നത് ആ ഒരു പേരിലുള്ള പോലെ തന്നെ ഒരു അണ്ടർ വാട്ടറിൽ ഗ്രോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. ആൻഡ് സീ വീഡ് അല്ല കേട്ടോ സീഗ്രാസ്, സീ വീഡ് വേറെയാണ്. സോ സീഗ്രാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലാന്റ് ദാറ്റ് ഗ്രോസ് അണ്ടർ വാട്ടർ. അതിൽ ഫ്ലവേഴ്സും റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് നമ്മുടെ കരയിലുള്ള പ്ലാന്റ്സിനെ പോലെ തന്നെ ഇവർക്കും ഫ്ലവേഴ്സും റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്തുകൊണ്ടാണ് സീഗ്രാസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ചോദിച്ചാൽ, സോ ഇറ്റ് ഹോൾഡ്സ് ദി സീ ഫ്ലോർ ഇൻ പ്ലേസ്, സോ ഇറ്റ് ഡസൻ വാഷ് അവേ. ഓക്കെ, ആ ഒരു സീ ഫ്ലോറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സീഗ്രാസ് സഹായിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവർ ഫിഷിനെയും അതേപോലെ വേറെയുള്ള സീ ആനിമൽസ്, ഇപ്പോൾ ഡുഗോങ്സ് ആണെന്നുണ്ടെങ്കിലും ടേർട്ടിൽസ് ആണെന്നുണ്ടെങ്കിലും, സോ അവർക്കൊക്കെ ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറും അവിടെ താഴത്തുണ്ടാക്കും. അതേപോലെ തന്നെ അവർക്ക് ഫുഡും പ്രൊവൈഡ് ചെയ്യും ഈ ഒരു സീഗ്രാസ്, അല്ലേ? ആൻഡ് ഇത് ഓഷ്യൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇറ്റ് ക്ലീൻസ് ദി ഓഷ്യൻ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓഷ്യൻസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സീഗ്രാസ് സഹായിക്കുന്നതായിരിക്കും, വിച്ച് ഹെൽപ്സ് ഫൈറ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. സോ ഇന്ത്യയിലുള്ള സീഗ്രാസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു 517 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് സീഗ്രാസ് ഉണ്ട് 2022 പ്രകാരം. ആ ഒരു ഡീറ്റെയിൽസ് പ്രകാരം 517 സ്ക്വയർ കിലോമീറ്ററിൽ സീഗ്രാസ് ഇന്ത്യക്ക് ഉണ്ട്. സോ ഇത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 400 ടണ്ണിൻ്റെ അടുത്ത് 435 ടൺസിൻ്റെ അടുത്ത് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. up to 435 tons per square kilometer every year. It can take a lot of carbon dioxide. സോ ഇത് മെയിനായിട്ട് മോസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഓഫ് സീഗ്രാസ് കാണുന്ന ഒന്ന് ഗൾഫ് ഓഫ് മാന്നാറിലും അതേപോലെ പാക് ബേയിലുമാണ്. ഗൾഫ് ഓഫ് മാന്നാർ നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് തമിഴ്നാട്ടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്, ആ ഒരു റീജിയൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 4 മേജർ കോറൽ റീഫ്സ്, അല്ലേ? സോ വേറെയുള്ളത് നമുക്ക് ഗൾഫ് ഓഫ് കച്ചിലും അതേപോലെ ലക്ഷദ്വീപിലൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു ഗൾഫ് ഓഫ് മാന്നാറിലും പാക് ബേയിലും അവിടെയാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് സീഗ്രാസ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 13 സ്പീഷീസിൻ്റെ അടുത്തുള്ള സീഗ്രാസ് വെറൈറ്റീസ് അവിടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ. സോ സീഗ്രാസ് വേറെ മെയിനായിട്ട് സീഗ്രാസ് നമുക്ക് കണ്ടുവരുന്നത് ഒന്ന് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്, അതുപോലെ ലക്ഷദ്വീപിലുള്ള ചില സ്ഥലങ്ങളിൽ നമുക്ക് സീഗ്രാസ് കാണാൻ പറ്റും. ആൻഡ് കച്ച് റീജിയണിൽ കാണാൻ പറ്റും. അതേപോലെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആ ഒരു റീജിയൻസിലൊക്കെ നമുക്ക് സീഗ്രാസ് കാണാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് ഇത് മാറ്റർ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഹെൽത്തി സീഗ്രാസ്. സോ ആ ഒരു ഹെൽത്തി സീഗ്രാസ് ഉണ്ടാകുന്നതിലൂടെ നമുക്ക് ഡുഗോങ്സിനെയും നമ്മുടെ ടേർട്ടിൽസിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫിഷിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ പ്രൊട്ടക്ട് ദി കോസ്റ്റ് ഫ്രം കോസ്റ്റുകളെയൊക്കെ നമുക്ക് സ്റ്റോമെന്നും ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ടുഡേയ്സ് വീഡിയോ. ആൻഡ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.